ഖത്തറിലെ ഹമാസിന്റെ നേതാക്കളെ സഹായിച്ചത് മൊസാദാണ് എന്നൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? വ്യാഖ്യാനങ്ങളിൽ യാഥാർത്ഥ്യം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലല്ലോ. വ്യാഖ്യാനിക്കാം ആ രീതിയിൽ വേണമെങ്കിൽ. അതായത് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. അതിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസമാണ് ദോഹയിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയത്. ഹമാസിൻ്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ്. പക്ഷേ ഈ ആക്രമണത്തിൽ മൊസാദ് ഇത്തരം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സാധാരണ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണെന്നാണ് പൊതുവെ ഒരു പറച്ചിൽ. പക്ഷേ ഈ സംഭവത്തിൽ ഈ പരിപാടിയിൽ മൊസാദ് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റ് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബാർണിയ, അദ്ദേഹം ഈ ആക്രമണ പദ്ധതിക്ക് എതിരായ നിലപാടെടുത്തു. അതായത് ഒന്നുകിൽ മൊസാദ് അവിടെ നേരിട്ട് ഏജന്റുമാരെ ഉപയോഗിച്ച് ഈ നേതാക്കളെ വകവരുത്തുക എന്നുള്ളതാണ് പദ്ധതി, അല്ലെങ്കിൽ വ്യോമാക്രമണം. ഈ രണ്ട് സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും വേണ്ട എന്നുള്ളതായിരുന്നു മൊസാദിൻ്റെ തലവൻ്റെ നിലപാട്. അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം, ഈ ദോഹയിലുള്ള അധികൃതരുമായിട്ട് അല്ലെങ്കിൽ ഖത്തർ അധികൃതരുമായിട്ട് മൊസാദ് നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി ഖത്തറിൻ്റെ മണ്ണിൽ നടപ്പിലാക്കുമ്പോൾ അത് മൊസാദുമായിട്ടുള്ള അവരുടെ സഹകരണം ഇല്ലാതാക്കും, ബന്ധങ്ങൾ മുറിയപ്പെടും എന്നുള്ള കാരണം പറഞ്ഞാണ് മൊസാദ് നേതാവ് ഈ ആക്രമണ പദ്ധതിയുമായി സഹകരിക്കാതിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കൂടിയാലോചന യോഗമുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് മൊസാദിൻ്റെ നേതാവ് ഡേവിഡ് ബാർണിയ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തതെന്ന് പറയുന്നു. ഇതേ നിലപാട് തന്നെയാണ് അവിടുത്തെ സൈനിക മേധാവി, അദ്ദേഹത്തിൻ്റെ പേര് ഇയാൽ സമീർ എന്നാണ്. അദ്ദേഹവും ഇത്തരത്തിൽ ഈ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം അത് അനുകൂലമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം ഹമാസുമായിട്ട് ദോഹയിൽ ഒരു അനുരഞ്ജന ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, ഇസ്രയേൽ വംശജരായിട്ടുള്ള ഏതാണ്ട് 20ഓളം പേർ ഹമാസിൻ്റെ പിടിയിൽ അവർ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മോചനം അത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏതാണ്ട് 60 ദിവസത്തെ വെടിനിർത്തൽ അത് ഏതാണ്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ട്, അതായത് ഗസയിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ഈ സമാധാന ചർച്ചകൾ ഒരു വഴി നടക്കുമ്പോൾ ഇപ്പോൾ അവിടെ ആക്രമണം നടത്തുന്ന ആ സമയം അത് പ്രതികൂലമാണ് എന്നുള്ളതായിരുന്നു സൈനിക മേധാവി ഇയാൽ സമീറിൻ്റെ നിലപാട്. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. കാര്യം അദ്ദേഹം എടുത്തൊരു നിലപാട്, ഇത്തരത്തിൽ ആക്രമണം നടത്താൻ ഉചിതമായ സമയം ഇതുതന്നെയാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം സ്വീകരിച്ച തീരുമാനം. കാരണം ഈ ഹമാസിൻ്റെ ഇത്രയും നേതാക്കളെ ഒരുമിച്ച് കിട്ടുക ഇനി അസാധ്യമാണ്, തീർക്കുന്നെങ്കിൽ ഇപ്പോൾ തീർക്കുക, ഏറ്റവും പറ്റിയ സമയം ഇതാണെന്നുള്ളതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത നിലപാട്. അതേസമയം തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ്, അതായത് തന്ത്രപരമായ തീരുമാനമെടുക്കാൻ ചുമതലപ്പെട്ട മന്ത്രി റോൺ ഡെർമറും അതേപോലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു സംഗതിയും കൂടി ഉണ്ടായി. ഈ സമാധാന ചർച്ചകൾക്ക് ഇടനില നിൽക്കുന്ന അല്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ സേനയുടെ ഉദ്യോഗസ്ഥനായ നിറ്റ്സൺ അലൻ എന്ന് പറയുന്നയാളെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല. അദ്ദേഹം പങ്കെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും ഈ തീരുമാനത്തെ പ്രതികൂലിച്ചേനെ. ഇപ്പോൾ അനുകൂലിച്ചവർ 3 പ്രതികൂലിച്ചവർ 2, അങ്ങനെ 3-2 എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിൽ ഈ ആക്രമണം നടത്താൻ തീരുമാനമായി എന്നുള്ളതാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതേസമയം തന്നെ എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതിനും അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്ഷമ നശിച്ചു. ഇത്തരത്തിൽ സമാധാന ചർച്ചകളുമായി അതിന് കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല. ഹമാസ് പലപ്പോഴും ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ കടുംപിടുത്തം തുടരുന്നു. ഇക്കാര്യത്തിലൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്ഷമ നശിച്ചു. അതുകൊണ്ട് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഈ ഹമാസ് കഴിഞ്ഞ ദിവസം നടത്തിയ, അല്ലെങ്കിൽ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണം, ഏതാണ്ട് 1200ഓളം പേരെ ഇസ്രയേലിൽ കടന്നു കയറി കൊന്നു തള്ളിയിരുന്നു. അപ്പോൾ ആ ആക്രമണത്തെ അമേരിക്കയിൽ നടത്തിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തോടാണ് നെതന്യാഹു താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, അതായത് സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരവാദികളെ അവരുടെ രാജ്യത്ത് ചെന്ന് നശിപ്പിക്കുക എന്നുള്ളൊരു നിലപാടാണ് അമേരിക്ക എടുത്തത്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക സായുധമായി ഇടപെട്ടത്. അപ്പോൾ അത്തരത്തിൽ സമാനമായ രീതിയിൽ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ സേന ഇടപെടുന്നു എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു കണ്ടെത്തിയ വാദം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിൽ
ഒരു 6 പേരെ ഹമാസ് ഭീകരവാദികൾ വെടിവെച്ച് കൊന്നിരുന്നു. അതുകൂടാതെ ഗസയിൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങൾക്കും ഉടൻ മറുപടി കൊടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ യോഗത്തിലെടുത്തത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് അദ്ദേഹം ഉത്തരവിടുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആക്രമണം എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ സംശയമുണ്ട്. പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഹമാസിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നയാൾ ഈ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതിലൊരാൾ ഖത്തറിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനും 5 പേർ പലസ്തീൻ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആൾക്കാരുമാണ് എന്നുള്ളതാണ് വിവരം. പക്ഷേ ഈ പ്രധാന നേതാവ് ഖലീൽ അൽ ഹയയും അദ്ദേഹത്തിൻ്റെ ഉറ്റ പങ്കാളികളും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പിന്നെ ഈ ഖത്തറിനോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ താല്പര്യമൊന്നുമില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഹമാസിൻ്റെ ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കരുത്, അവർക്ക് അഭയസ്ഥാനം ഒരുക്കരുത്. ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ തീർക്കണം. ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുന്ന നിലപാട്. അപ്പോൾ ഈ ആക്രമണം നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അവിടെ വ്യോമാക്രമണം തന്നെ നടന്നു. ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ നേടിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഖത്തർ ഈ കാര്യത്തിൽ കടുത്ത നിലപാടാണ്, അവർ കടുത്ത നിരാശയിലുമാണ്. അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. കാര്യം ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് വേദി ഒരുക്കിയതും അതിനു വേണ്ടിയിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുത്തതും ഖത്തറാണ്. അവരുടെ മണ്ണിൽ വന്ന് ആക്രമിക്കുക വഴി ഞങ്ങളെ ഇസ്രായേൽ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നാണ് ഖത്തർ അധികൃതരുടെ നിലപാട്. അതേസമയം തന്നെ ഞങ്ങളുടെ പരമാധികാരത്തിൽ ഇസ്രായേൽ കടന്നു കയറി, ഇതിനെ ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നുള്ളതും ഖത്തർ അധികൃതർ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ മറ്റ് മുസ്ലിം മത രാഷ്ട്രങ്ങളുടെയൊക്കെ സമ്മേളനം വിളിച്ചു ചേർക്കാനും ഒക്കെ പദ്ധതിയുണ്ട്. അമേരിക്കയും ഈ ഇസ്രായേലിൻ്റെ ഈ നടപടിയെ തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ അറിവോടുകൂടിയല്ല ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അമേരിക്കയും നടത്തുന്ന വെളിപ്പെടുത്തൽ. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമിട്ട ആക്രമണം അത് ഹമാസിൻ്റെ നേതാക്കളെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെങ്കിലും ആ ഉദ്ദേശിച്ച ലക്ഷ്യം അത് പരിപൂർണമായി നേടാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നതും. അതേസമയം തന്നെ ഈ ആക്രമണ പദ്ധതികൾക്ക് മൊസാദ് ഒരു തരത്തിലും പിന്തുണ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവരിതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും.